സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് ക്ഷണിച്ച കലാമണ്ഡലം ഗോപിയാശാൻ. ഞങ്ങൾക്ക് തമ്മിൽ കാണാൻ മറ്റാരുടെയും അനുവാദം ആവശ്യമില്ല. താനും സുരേഷ് ഗോപിയും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. എന്നെ സ്നേഹിക്കുന്നവർക്ക് എപ്പോഴും എൻ്റെ അടുത്തേക്ക് സ്വാഗതമെന്നും കലാമണ്ഡലം ഗോപിയാശാൻ പറഞ്ഞു. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും മനോജ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നവമാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഇടത് സൈബർ ഇടങ്ങളിലൊക്കെ വലിയ വിമർശനങ്ങളും ട്രോളുകളുമായിരുന്നതാണ് ഈ വിഷയം. ഇപ്പോൾ എന്തായാലും അക്കാര്യത്തിൽ ഒരു വ്യക്തത, ഒരു സ്ഥിരീകരണം ഒക്കെ വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ അദ്ദേഹം പറഞ്ഞത്? ഉമേഷ്, ഈ വിവാദങ്ങൾക്കൊക്കെ മറുപടി എന്ന വണ്ണമാണ് ഇപ്പോൾ ഈ കലാമണ്ഡലം ഗോപിയാശാൻ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. അതായത് സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. ഞങ്ങൾ തമ്മിൽ കാണാൻ മറ്റാരുടെയും അനുവാദം വേണ്ടെന്നും താനും സുരേഷ് ഗോപിയും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലെന്നുമായിരുന്നു ഈ ഗോപിയാശാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ എന്നെ സ്നേഹിക്കുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്ത് വരാമെന്നും ഗോപിയാശാൻ പറയുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ ഗോപിയാശാനെ സുരേഷ് ഗോപിയും അതുപോലെ സുരേഷ് ഗോപിക്ക് വേണ്ടി മറ്റ് VIP-കളും സ്വാധീനിക്കുവാൻ വേണ്ടിയും അതുപോലെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾക്ക് വേണ്ടിയും വിളിച്ച് ശല്യപ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ ഈ ഗോപിയാശാന്റെ മകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതൊക്കെ തന്നെ രാഷ്ട്രീയ പശ്ചാത്തലത്തിന്റെ, അതായത് രഘുവിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ അനുഭാവിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്തരമൊരു വിവാദം ഉണ്ടാക്കിയത്. എന്നാൽ അതിനൊക്കെ തക്കതായിട്ടുള്ള മറുപടി തന്നെയാണ് ഇപ്പോൾ ഈ കലാമണ്ഡലം ഗോപിയാശാൻ നൽകിയിട്ടുള്ളത്. അന്ന് തന്നെ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ പ്രതികരിച്ചതാണ്. താൻ ആരെയും ഗോപിയാശാനുമായി ബന്ധപ്പെടാൻ ഏൽപ്പിച്ചിട്ടില്ല, അത് അങ്ങനെ ഒരു ഉദ്ദേശവും തനിക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ അന്ന് വ്യക്തമാക്കിയതാണ്. അതിനുശേഷം വലിയ ചർച്ചയായിരുന്ന വിഷയം, കാരണം ഗോപിയാശാനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയും ഗോപിയാശാനും തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ട്. എന്നാൽ അത് രാഷ്ട്രീയപരമായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യമാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയുടെ പ്രചാരണം മുന്നോട്ട് പോകുന്ന സമയത്ത് പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഇടത് അനുകൂലികൾ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായാണ് ഇത്തരത്തിലൊരു വിവാദം കൂടെ ഉണ്ടായത്. എന്നാൽ അതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹം സുരേഷ് ഗോപിയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ മറ്റൊരു പ്രശ്നവും ഇല്ല, ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു പരാതി തന്റെ മകനോട് പറഞ്ഞിട്ടുമില്ല എന്ന് നേരത്തെ തന്നെ ഈ കലാമണ്ഡലം ഗോപിയാശാൻ വ്യക്തമാക്കിയതാണ്. എന്നാലും അതിനെയൊക്കെ തന്നെ വക്രീകരിച്ചുകൊണ്ട് വലിയ തരത്തിൽ ഈ വിവാദം. എന്തായാലും മനോജ്, ഇതിന്റെ രഘു ഗുരുഗ്രൂപ്പ് അദ്ദേഹം ഇട്ട പോസ്റ്റ് പിൻവലിച്ചിരുന്നെങ്കിൽ പോസ്റ്റിൽ പറഞ്ഞിരുന്നത് സുരേഷ് ഗോപിയെ കാണുന്നത് കൊണ്ട് ലഭിക്കുന്ന പത്മ പുരസ്കാരമൊന്നും ആവശ്യമില്ല, ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല. ഇതിനൊക്കെ ഒരു രാഷ്ട്രീയവൽക്കരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. എന്നാലും വിവാദമായതോടുകൂടി ആ പോസ്റ്റ് പിൻവലിച്ചെങ്കിലും ആ പോസ്റ്റിനെ പിന്തുണച്ചുള്ള ചർച്ചകൾ ഇടത് കേന്ദ്രങ്ങൾ സജീവമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നമുക്കറിയാം വാശിയേറിയ മത്സരം നടക്കുന്ന, ഏറെ നിർണായകമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് അവിടെ NDA സ്ഥാനാർത്ഥിക്കെതിരായ ഇത്തരം വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ അത് സൈബർ ഇടങ്ങളിൽ വ്യാപകമായി ഇടത് അനുകൂല അക്കൗണ്ടുകളൊക്കെ ഉപയോഗിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ മുനയൊടിച്ചുകൊണ്ടാണ് ഇപ്പോൾ കലാമണ്ഡലം ഗോപിയാശാൻ്റെ തന്നെ പ്രതികരണം വന്നിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും ഈ രഘുവിന്റെ പോസ്റ്റ് ഈ വിവാദമായതോടുകൂടി തന്നെ ഇത് പിൻവലിക്കുകയുണ്ടായി. കാരണം ആ ഗോപിയല്ല ഈ ഗോപി എന്നുള്ള രീതിയിൽ വലിയ തരത്തിലൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശം കൂടെ അതിൽ നടത്തിയിരുന്നു. അതൊക്കെ തന്നെ ഇടത് അനുകൂലികൾ ഈ സൈബർ ഇടങ്ങളിലൊക്കെ വലിയ പ്രചാരണവും നൽകിയിരുന്നു. ആ സമയത്താണ് സുരേഷ് ഗോപി അത് കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. താൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല, താനും ഈ കലാമണ്ഡലം ഗോപിയാശാനും തമ്മിൽ ഈ ഗുരു ശിഷ്യ ബന്ധം തന്നെയാണ്, അത് അങ്ങനെ തന്നെ നിലനിൽക്കുമെന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം ഗോപിയാശാനുമായി ബന്ധപ്പെട്ടപ്പോൾ അന്ന് തന്നെ മകനുമായി യാതൊരുവിധ പരാതിയും പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഈ വിവാദം. തുടർന്ന് ഇപ്പോൾ BJP വക്താവ് ശ്രീ സന്ദീപ് വാര്യർ കൂടി ചേർന്നു. സന്ദീപ് വാര്യർ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നവമാധ്യമങ്ങളിൽ സുരേഷ് ഗോപിക്കെതിരായി ഇടത് സൈബർ ഇടങ്ങൾ വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിട്ടതാണ്. കലാമണ്ഡലം ഗോപിയാശാനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ മകൻ രഘു ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ്, അത് പത്മ പുരസ്കാരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സുരേഷ് ഗോപി കാണാൻ അനുവാദം ചോദിച്ചെന്നൊക്കെ സംബന്ധിച്ചതിനെ വളച്ചൊടിച്ച് വലിയ തോതിൽ സുരേഷ് ഗോപിക്കെതിരായ വലിയ സൈബർ ആക്രമണത്തിന് തിരികൊളുത്തി വിട്ടായിരുന്നു. ഇപ്പോൾ കലാമണ്ഡലം ഗോപിയാശാൻ തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നു. താനുമായി യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല, യാതൊരു പ്രശ്നവുമില്ല, സുരേഷ് ഗോപിയുമായുള്ളത് ഹൃദയബന്ധമാണ്, എപ്പോഴും അദ്ദേഹത്തിന് സ്വാഗതം, മകനോട് ഇത്തരത്തിലൊരു പരാതി താൻ പറഞ്ഞിട്ടില്ല എന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായിട്ടും കലാമണ്ഡലം ഗോപി ഉൾപ്പെടെയുള്ള കേരളത്തിലെ കലാകാരന്മാരോട്, കലാസമൂഹത്തോട് വലിയ ബഹുമാനമാണ് BJPക്കുള്ളത്. തീർച്ചയായിട്ടും സുരേഷ് ഗോപി ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കലാമണ്ഡലം ഗോപി ഉൾപ്പെടെയുള്ള എല്ലാ കലാകാരന്മാരോടും വലിയ ആദരവും ബഹുമാനവുമാണ് ഉള്ളത്. തീർച്ചയായിട്ടും അതെല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും. കലാകാരന്മാരിൽ അർഹതയുള്ള ആളുകളെ തീർച്ചയായിട്ടും പത്മ അവാർഡുകൾക്ക് വേണ്ടി പരിഗണിക്കുകയും പത്മ അവാർഡുകൾ നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും ശുപാർശയുടെ ഭാഗമായി പത്മ അവാർഡുകൾ നൽകുന്ന രീതി നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പം
UPA സർക്കാരിന്റെ കാലത്ത് അരിപ്രാഞ്ചിമാർ അരങ്ങുവാണിന്റെ ഒരു കാലമുണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട്ടുപടിക്കൽ പണം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ 10 അവാർഡുകൾ ലഭിച്ചിരുന്നൊരു കാലം കേരളത്തിലുണ്ടായിരുന്നു, തൃശ്ശൂരിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അക്കാലത്ത് മുതലാളിമാർ തൃശ്ശൂർ നഗരത്തിൽ പരസ്പരം ബോർഡ് വെച്ച് മത്സരിക്കുമായിരുന്നു. 10 അവാർഡ് കിട്ടിയ ഇന്ന മുതലാളിക്ക് ആശംസകൾ, അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് കളിച്ചിരുന്ന ഒരു കാലം തൃശ്ശൂരിലുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത്. പക്ഷെ ഇന്ന് നരേന്ദ്രമോദി ഭരിക്കുന്ന സമയത്ത് അർഹരായ ആളുകളെ തേടിപ്പിടിച്ച് കണ്ടെത്തി അവർക്ക് രാജ്യത്തിന്റെ ആദരവ് നൽകുന്നത് വളരെ സുത്യർഹമായ രീതിയിൽ നടന്നു വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ഒരു കാലത്തും അംഗീകരിക്കപ്പെടാതെ പോകുമായിരുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾക്ക് നമ്മുടെ കേരളത്തിലും പത്മ അവാർഡുകൾ കിട്ടിയത്. ഞാൻ പേരുകൾ എണ്ണി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം കഴിഞ്ഞ വർഷം തന്നെ പത്മ അവാർഡ് കിട്ടിയിട്ടുള്ള തെയ്യം കലാകാരൻ EP നാരായണൻ പെരുവണ്ണൻ, കർഷകനായിട്ടുള്ള സത്യനാരായണ പള്ളേരി, മുനി നാരായണ പ്രസാദ്, വിദ്യാഭ്യാസ വിജക്ഷനായിട്ടാണ് P ചിത്രം നമ്പൂതിരിപ്പാട്, അങ്ങനെ നിരവധി ആളുകൾക്ക് പത്മ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റിസ് ഫാത്തിമ ബീവി, ശ്രീ O രാജഗോപാൽ ഉൾപ്പെടെയുള്ളവർക്ക് പത്മഭൂഷൺ കിട്ടുണ്ടായി. അപ്പം അത്തരത്തിലുള്ള ഒരു രീതിയാണ് പത്മ അവാർഡുകളുടെ കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഒരാൾക്കും അത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളോ ഏതെങ്കിലും തരത്തിലുള്ള ഫേവറേറ്റിസമോ ആരോപിക്കാൻ പോലും കഴിയില്ല. ഇവിടെ കലാമണ്ഡലം ഗോപി ഉൾപ്പെടെയുള്ള ആളുകളോട് തികഞ്ഞ ആദരവാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. അക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇത്തരം മുതിർന്ന കലാകാരന്മാരുടെ ബന്ധുക്കളായിട്ടുള്ള പല ആളുകളും അവർക്ക് CPM-ഉമായിട്ട് വലിയ അടുപ്പമുണ്ടാകാം, CPM-ഉമായിട്ട് അവരുടെ രാഷ്ട്രീയത്തോട് അടിക്കാൻ ചായ്വുണ്ടാവുക, അതിനൊന്നും തെറ്റില്ല. പക്ഷേ പലപ്പോഴും എന്താ പറയുക, ശ്രദ്ധ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അറ്റൻഷൻ സീക്കിംഗ് എന്ന തരത്തിലൊക്കെ ചില ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലമായതുകൊണ്ട് ചില പോസ്റ്റുകൾ ഇടുകയാണ്. അതിനെ മാധ്യമങ്ങൾ വലിയ തോതിൽ ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും തൃശ്ശൂരിൽ സുരേഷ് ഗോപി വലിയ തോതിൽ ജനങ്ങളുടെ പിന്തുണ നേടുകയും സ്നേഹം നേടുകയും വിജയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് സുരേഷ് ഗോപി ഏതെങ്കിലും തരത്തിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടി വലിയ ആസൂത്രിതമായിട്ടുള്ള ഒരു പരിശ്രമം നടക്കുന്നുണ്ട്. സുരേഷ് ഗോപിയെ താറടിച്ച് കാണിക്കുക, സുരേഷ് ഗോപിയെ പൊതുസമൂഹത്തിന് മുന്നിൽ ചെറുതാക്കി കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു വിഭാഗം മാധ്യമങ്ങളും ഇടതുപക്ഷവും കോൺഗ്രസും എല്ലാവരും ചേർന്ന് വലിയൊരു കോക്കസ് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ്. കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനം, ഒരു ദൃശ്യമാധ്യമ സ്ഥാപനം സുരേഷ് ഗോപിയെ തകർക്കുന്നതിന് വേണ്ടി, വാർത്തകൾ ചമയ്ക്കാൻ വേണ്ടി മാത്രം ഒന്നിലധികം ടീമുകളെ തൃശ്ശൂരിൽ ഇറക്കിവിട്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി ക്യാമ്പയിന് പോകുന്ന സ്ഥലങ്ങളിൽ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് അതിൽ ചില ഭാഗങ്ങൾ അടർത്തി മാറ്റിക്കൊണ്ട് സുരേഷ് ഗോപിക്ക് എതിരായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നൊരു ഗവേഷണം നടത്തുകയാണ്. അവിടെ വൈകുന്നേരത്തെ ഈ അന്തിച്ചർച്ചയുണ്ട്, ഈ അടുപ്പുകൂട്ടി ചർച്ച എന്ന് വിളിക്കുന്ന ആ മാധ്യമത്തിലെ 3 പേർ ഇരുന്നുകൊണ്ടുള്ള ഈ അടുപ്പുകൂട്ടി ചർച്ചയുണ്ടല്ലോ, ഞാൻ പറയുന്നത് മീഡിയ വണ്ണിനെയാണ്. മീഡിയ വണ്ണിനെ പോലെയുള്ള സ്ഥാപനങ്ങൾ വളരെ ആസൂത്രിതമായി സുരേഷ് ഗോപിക്കെതിരെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട്. അതായത് മതപരമായിട്ടുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിനാണ് സുരേഷ് ഗോപിക്കെതിരെ നടക്കുന്നത്. അതായത് ഒരു തർക്കവുമില്ല. ഇവിടെ ശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ ഉൾപ്പെടെയുള്ളവരോടുള്ള അങ്ങേയറ്റത്തെ ആദരവ് അത് ശ്രീ സുരേഷ് ഗോപിക്കുണ്ട്, ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അത് സുരേഷ് ഗോപി പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിനെ ഒരു ഗുരുസ്ഥാനീയനായി കാണുന്നു, അദ്ദേഹത്തിന്റെ കാൽക്കീഴിൽ ദക്ഷിണ വെക്കുന്നു, നമസ്കരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം എത്രയോ പറഞ്ഞിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പില്ലാത്ത കാലത്തും സുരേഷ് ഗോപി പോയി കലാമണ്ഡലം ഗോപിയാശാനെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ തെരഞ്ഞെടുപ്പ് എന്നുള്ളതോ വോട്ട് നേടുക എന്നുള്ളതോ ഒന്നും ആ കാര്യത്തിൽ ഒരു തരത്തിലും അതൊരു പ്രയോറിറ്റിയേ അല്ല. ആചാര്യന്മാരെ അതുപോലെ തന്നെ കലാകാരന്മാരെ ഒക്കെ ആദരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് ഒരു വിഷയമുള്ള കാര്യമേ അല്ല. തെരഞ്ഞെടുപ്പ് വേറെയാണ്, കലാകാരന്മാരോടുള്ള ആദരവ് അതെല്ലാം വേറെയാണ്. കലാകാരന്മാരെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുകയും അതിനുശേഷം അവരെ വലിച്ചെറിയുകയും ചെയ്യുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ ശൈലിയാണ്, CPM-ന്റെ ശൈലിയാണ്. CPM ആണ് ഈ വിഷയത്തിൽ വാസ്തവത്തിൽ സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിന് കലാമണ്ഡലം ഗോപിയെ പോലെയുള്ള ഒരു മഹാനായ കലാകാരന്റെ പേര് വലിച്ചിഴച്ചത്. CPM ആണ് ഇക്കാര്യത്തിൽ മാപ്പ് പറയേണ്ടത്. ശ്രീ സന്ദീപാരൻ, സുരേഷ് ഗോപി നമുക്കറിയാം, എല്ലാവർക്കും സാധാരണക്കാര ജനങ്ങൾക്കെല്ലാം ഉത്തമ ബോധ്യമാണ്. അദ്ദേഹം ഹൃദയം കൊണ്ടാണ് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് വലിച്ചിഴക്കപ്പെടുന്നത് ഇപ്പോൾ തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും വ്യക്തിഹത്യ നടത്തി അദ്ദേഹത്തിന് വളരെ മോശപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു നെഗറ്റീവ് ഇമേജിൽ അദ്ദേഹത്തെ ചിത്രീകരിക്കാൻ ഗൂഢശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോപിയാശാൻ്റെ മകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും അത്തരത്തിൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? ഞാനിപ്പോ അത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറയുന്നില്ല. പക്ഷേ വളരെ ദൗർഭാഗ്യകരമായിരുന്നു ആ പോസ്റ്റ് എന്ന് പറയാതെ വയ്യ. കാരണം സുരേഷ് ഗോപിയെ പോലെ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പേര് ചേർത്ത് വെച്ച് എഴുതുന്നതിന് മുൻപായിട്ട് അത് എത്രമാത്രം യാഥാർത്ഥ്യമുള്ളതാണെന്ന് പരിശോധിക്കേണ്ടിയിരുന്നു. ഇവിടെ സുരേഷ് ഗോപി താങ്കൾ സൂചിപ്പിച്ചതുപോലെ വളരെ സത്യസന്ധനായ നിഷ്കളങ്കനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു സിനിമാ താരമാണ്, കലാകാരനാണ്. അദ്ദേഹം ഉള്ളിൽ ഒന്ന് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പുറമേക്ക് മറ്റൊന്ന് കാണിക്കുന്ന മനുഷ്യനല്ല. അദ്ദേഹം അഭിനയിക്കുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമാണ്, തിരശ്ശീലയിൽ മാത്രമാണ്.
അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ ഒട്ടുമേ അഭിനയിക്കാത്ത വളരെ സ്വാഭാവികമായി ജനങ്ങളോട് ഇടപെടുകയും അദ്ദേഹത്തിന്റെ കൈവശമുള്ള അവസാനത്തെ വെട്ടിച്ചുട്ട തുകയും നാട്ടിലെ സാധാരണക്കാരായ പാവങ്ങൾക്ക് വേണ്ടി ചെലവാക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു പാവം മനുഷ്യനാണ് സുരേഷ് ഗോപി. ഹൃദയത്തിൽ നൈർമല്യം മാത്രമുള്ള, സഹജീവി സ്നേഹം മാത്രമുള്ള ഒരു നല്ല മനുഷ്യനാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തെ മോശമാക്കി കാണിച്ചിട്ട് വാസ്തവത്തിൽ കേരളത്തിലെ അദ്ദേഹത്തിന്റെ തന്നെ സഹായം കിട്ടിയിട്ടുള്ള ലക്ഷക്കണക്കിന് സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർ, സുരേഷ് ഗോപിയെ രാഷ്ട്രീയത്തിലുപരിയായി സ്നേഹിക്കുന്ന സാധാരണക്കാർ, പാവങ്ങൾ, അവരോടൊക്കെ ചെയ്യുന്ന വലിയ അനീതിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാണ് ഇത്രമേൽ കാരുണ്യമുള്ള, ഇത്രമേൽ സജീവ സ്നേഹമുള്ള, ഇത്രമേൽ നൈർമല്യമുള്ള ഒരു മനുഷ്യനെ ഇങ്ങനെ താറടിച്ച് കാണിക്കുന്നതിനാണ്? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മാത്രമല്ലേ അതിന് കാരണം? സുരേഷ് ഗോപി BJP-കാരനായതുകൊണ്ടല്ലേ അദ്ദേഹത്തെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? സുരേഷ് ഗോപി CPM-കാരനായിരുന്നെങ്കിൽ, കോൺഗ്രസ്സുകാരനായിരുന്നെങ്കിൽ ഇവരിങ്ങനെ ആക്ഷേപിക്കുമായിരുന്നു, ഇങ്ങനെ വേട്ടയാടുമായിരുന്നു? ആ മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്തു? ഒരു തന്റെ കൈവശമുള്ള അവസാനത്തെ തരി സമ്പാദ്യം പോലും ഈ സമൂഹ നന്മയ്ക്ക് വേണ്ടി ചെലവാക്കാൻ ഒരു മടിയും കാണിക്കാത്താണോ ആ മനുഷ്യൻ ചെയ്ത തെറ്റ്? ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയായിരുന്നു അത്തരത്തിൽ പണം ചെലവാക്കിയിരുന്നെങ്കിൽ അദ്ദേഹം എന്തിനാണ് ഇടുക്കിയിലെ ആദിവാസി ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി പണം ചെലവാക്കിയത്, വയനാട്ടിൽ കൊണ്ടുപോയി പണം ചെലവാക്കിയത്? എത്ര പേർക്കറിയാം സുരേഷ് ഗോപി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ എത്ര എണ്ണം മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്? തുലവും വിരളമാണ്. അദ്ദേഹം ചെയ്യുന്ന നൂറുകണക്കിന് സേവന പ്രവർത്തനങ്ങളിൽ ഒന്നോ രണ്ടോ വിരലുകളെണ്ണാവുന്ന മാത്രമാണ് മാധ്യമങ്ങളിലൂടെ പുറത്ത് ജനം അറിയുന്നത്. ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് നേരിട്ടെത്തുന്നു, പലതും നമ്മളൊന്നും അറിയുക പോലും ചെയ്യുന്നില്ല. ഞാൻ പലപ്പോഴും നേരിൽ കണ്ടിട്ടുള്ളതാണ്, വളരെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ളതായത് കൊണ്ട് പറയുകയാണ്. അദ്ദേഹത്തിന് ഒരാളുടെ സങ്കടം കണ്ടു നിൽക്കാൻ കഴിയില്ല, അദ്ദേഹത്തിന് ഒരാളുടെ വിഷമം കണ്ടു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും അങ്ങേയറ്റത്തെ എന്താ പറയുക, നിർമ്മലമായ മനസ്സോടുകൂടി, ഒരു ദൈവികമായിട്ടുള്ള മനസ്സോടുകൂടി അദ്ദേഹം ആളുകളെ സമീപിക്കുകയും ആളുകളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇങ്ങനെ വേട്ടയാടുന്നത് കണ്ടു നിൽക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ കലാസമൂഹം, കേരളത്തിലെ സിനിമാ മേഖലയൊക്കെ ഇക്കാര്യത്തിൽ പ്രതികരിക്കണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നോക്കൂ, കഴിഞ്ഞൊരു 6-7 മാസക്കാലമായി സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രം മാധ്യമങ്ങളും അതുപോലെ തന്നെ സമൂഹത്തിലെ വിവിധ ഘടകങ്ങളും ചേർന്ന് സുരേഷ് ഗോപിയെ ആക്രമിക്കുന്നതിൽ കൈകണക്കുണ്ടോ? അദ്ദേഹത്തിന്റെ പേരിൽ എന്തൊക്കെ കള്ളക്കേസ് ഉണ്ടാക്കാൻ നോക്കി, അദ്ദേഹത്തിന്റെ പേരിൽ പെണ്ണ് കേസ് വരെ കെട്ടിവെക്കാൻ ശ്രമിച്ചില്ലേ? ഇതിനപ്പുറം എന്ത് നികൃഷ്ടമായിട്ടുള്ള പ്രവർത്തനമാണ് ചെയ്യാൻ സാധിക്കുന്നത്? സുരേഷ് ഗോപി ഒരു വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ ആക്ഷേപകരമായി പെരുമാറിയെന്ന രീതിയിൽ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള പരിശ്രമം ഉണ്ടായില്ലേ? എന്നിട്ട് ആർക്ക് എന്ത് കിട്ടി? കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ കൂടുതൽ സ്നേഹിക്കുകയല്ലേ ചെയ്തത്? ഇനിയെങ്കിലും എനിക്ക് CPM-ന്റെ നേതാക്കന്മാരോട് പറയാനുള്ളത്, മാധ്യമ പ്രവർത്തകരോട് പറയാനുള്ളത്, അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളോട് പറയാനുള്ളത്, നിങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ വിമർശിച്ചോളൂ, BJP-യെ വിമർശിച്ചോളൂ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ വിമർശിച്ചോളൂ. അദ്ദേഹം ഇന്നോളം തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഒരു ജനപ്രതിനിധിയായിട്ടില്ല. അദ്ദേഹം രാജ്യസഭാ MP ആയിരുന്നു, നോമിനേറ്റഡ് MP ആയിരുന്നു. ആ നോമിനേറ്റഡ് MP എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളിൽ പോലും നിങ്ങൾക്ക് എവിടെയും ഒരു പാർഷ്യാലിറ്റിയോ ഒരു ആക്ഷേപമോ കണ്ടെത്താൻ സാധിക്കില്ല. അങ്ങനെ ഉള്ള ഒരാളെ വ്യക്തിപരമായി ആക്രമിക്കുന്നതിൽ, അദ്ദേഹത്തിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ, മാനസികമായി തകർക്കുന്ന രീതിയിൽ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആക്ഷേപിക്കുന്ന രീതിയിൽ, അദ്ദേഹം സഹായിച്ച മനുഷ്യരെ ആക്ഷേപിക്കുന്ന രീതിയിൽ, അദ്ദേഹത്തിലെ കലാകാരനെ ആക്ഷേപിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വിമർശനങ്ങൾ കടുത്തു പോകരുത്, നിങ്ങളുടെ ആക്ഷേപങ്ങൾ കടുത്തു പോകരുത്. ഇത് അനീതിയാണ്. ഇത് കേരളത്തിലെ കലാസമൂഹം, കേരളത്തിലെ സാംസ്കാരിക സമൂഹം ഇത് കണ്ടു നിൽക്കരുത്. ഒരു സാംസ്കാരിക പ്രവർത്തകനെ, ഒരു സാമൂഹിക പ്രവർത്തകനെ, ഒരു കലാകാരനെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതായി പോയി എന്നുള്ളതിന്റെ പേരിൽ ഇതുപോലെ കടന്നാക്രമിക്കുന്നത് കണ്ടു നിൽക്കരുത് എന്നുള്ളതാണ് എനിക്ക് കേരളത്തിലെ സാംസ്കാരിക അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായിക്കോട്ടെ അവരുടെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് അങ്ങേയറ്റത്തെ മോശം പ്രവണതയാണ്. യെസ്, വളരെയധികം നന്ദി ശ്രീ സന്ദീപ് വാര്യർ പ്രതികരിച്ചു.